ഹായ് ഹലോ, ഇന്ന് വിഷുവായിട്ട് നമുക്ക് പടക്കം മേടിക്കാൻ വേണ്ടി പോകട്ടെ. നമ്മുടെ വാവ നാട്ടിൽ വരുന്ന ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. ആദ്യ വിഷു പടക്കം മേടിക്കുന്ന പരിപാടിയുള്ള ആദ്യത്തെ ദീപാവലിക്ക് ന്യൂറിനെല്ലാം വാവ ഇവിടെ ഇല്ലല്ലോ. അപ്പം വാവയ്ക്ക് പടക്കം വേണമെന്നൊക്കെ പറയുന്നത് പടക്കമൊക്കെ മേടിച്ചു. പിന്നെ അവിടെ നേരെ ബേക്കറി കയറി. വിഷു അല്ലേ, കുറച്ച് ബേക്കറിയും പാലും തൈരും ഒക്കെ മേടിച്ചു. അവിടെ നിന്ന് പിന്നെ നമ്മുടെ മിന്നൂസിന് ഇട്ടാപ്പൊട്ടി വേണമല്ലോ. അങ്ങനെ മിന്നൂസ് ഇട്ടാപ്പൊട്ടി മേടിക്കണം. പുതിയ ടൈപ്പ് ഇട്ടാപ്പൊട്ടി, ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അത് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ അതിൻ്റെ 2 ഇട്ടാപ്പൊട്ടിയൊക്കെ മേടിച്ചു. പിന്നെ ആ കടയിൽ നമ്മുടെ സാധാ ഇട്ടാപ്പൊട്ടി ഇല്ലായിരുന്നു, നമ്മൾ ഡെയിലി മേടിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ വേറൊരു കടയിൽ കയറിയിട്ട് ദേ ഇരിക്കുന്നത് നമ്മുടെ ഇട്ടാപ്പൊട്ടി. അങ്ങനെ ആ ഇട്ടാപ്പൊട്ടി ഒരു 5-6 കവർ മേടിച്ചു. മിന്നൂസിന് പടക്കം പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ, മിന്നൂസിന് വേണ്ടിയിട്ടാണ് ഇട്ടാപ്പൊട്ടി മേടിക്കുന്നത്. അങ്ങനെ മിന്നൂസിനുള്ള പടക്കം മേടിച്ചു. അവർക്കുള്ള പടക്കം മേടിച്ച് നേരെ നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പച്ചക്കറി കടയിൽ പോയി. അവിടെ നിന്ന് വെജിറ്റബിൾസൊക്കെ മേടിച്ചു. വെജിറ്റബിൾസും തേങ്ങയും ഒക്കെ മേടിച്ചു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടുത്ത ശർക്കരയും ചൗരിയും പായസത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ കയറി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിന് വാവയ്ക്ക് എന്തൊരു ബേക്കറി വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം 5 സ്റ്റാർ മിഠായി. അപ്പോൾ ആ 5 സ്റ്റാർ അവിടെ കിടന്നതെല്ലാം ഞാൻ വാരി ഇങ്ങ് എടുത്തോട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 5 സ്റ്റാർ. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. അങ്ങനെയൊക്കെ ബില്ലൊക്കെ മേടിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നിട്ട് കൊണ്ടുവന്ന പപ്സും ചിക്കൻ റോളൊക്കെ അവർ കഴിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, ബൈ, ടാറ്റാ.